ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ BA ഫസ്റ്റ് സെമ്മിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹരിബിന്ദി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹരിബിന്ദി എഴുതിയിരിക്കുന്നത് മൃദുല ഗർഗാണ്. അപ്പോൾ നമുക്ക് ലേഖികയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആദ്യം പരിചയപ്പെടാം. വളരെ ബോൾഡായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് മൃദുല ഗർഗിനെ ഹിന്ദി സാഹിത്യത്തിൽ വേർതിരിച്ച് നിർത്തുന്നത്. അധികമൊന്നും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാത്ത ഒരു ടൈമിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണത്. ഒരുപാട് വർക്കുകൾ ഹിന്ദിയിൽ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രമുഖമായിട്ടുള്ള ചില റൈറ്റിംഗ്സ് മാത്രമാണ് ഏക് ഓർ അജ്നബി, മേരെ സാക്ഷാത്കാർ, ചിത്കോബ്ര, സാംദാം ദണ്ഡ് ഭേദ് എന്നിവയൊക്കെ. അവരുടെ വർക്കിനായിട്ട് അവർക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ഹിന്ദിയിൽ ലഭിക്കുകയുണ്ടായി. സാഹിത്യ അക്കാദമി പുരസ്കാർ, വ്യാസമ്മാനൊക്കെ അതിലെ ചിലത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഹരിബിന്ദിയിലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. മൃദുല ഗർഗ് കി കഹാനിയോ കെ മുഖ്യ വിഷയ ക്യാ ക്യാ രഹേ ഹെ. മൃദുല ഗർഗ് അവരുടെ കഹാനികളിലൂടെ മെയിനായിട്ട് എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് അവരുടെ കഹാനികളുള്ളത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എഴുതേണ്ടത് मृदुला गर्ग ने अपनी कहानियों और उपन्यासों से समाज के प्रत्येक वर्ग स्त्री के संघर्षों का चित्रण करते हुए उनकी दशा और दिशा से पाठक वर्ग को अवगत कराया है. മൃദുല ഗർഗ് അവരുടെ സ്റ്റോറികളിലൂടെയും അവരുടെ വർക്കുകളിലൂടെയും സ്ത്രീകളുടെ ഡിഫിക്കൽട്ടീസ്, അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള അവരുടെ ഡിഫിക്കൽട്ടീസ്, അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു, അവരുടെ സിറ്റുവേഷൻ എന്താണ് സമൂഹത്തിൽ, അത് റീഡേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മൃദുല ഗർഗ് ചെയ്തിരിക്കുന്നത് അവരുടെ റൈറ്റിങ്സിലൂടെ എന്നാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഹരിബിന്ദി കിസ്കി ലിഖി കഹാനി ഹെ. ഹരിബിന്ദി കി നായിക കെ പതി കാ നാം ക്യാ ഹെ. ഹരിബിന്ദി ആരുടെ കഹാനിയാണ്, അതുപോലെ നായികയുടെ ഭർത്താവിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും 2021 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹരിബിന്ദി ഹിന്ദി കെ പ്രമുഖ രചനാകാരോं में से एक രചനാകാർ മൃദുല ഗർഗ് ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അതുപോലെ ഹരിബിന്ദിയിലെ നായികയുടെ ഭർത്താവിൻ്റെ പേര് രാജൻ ആണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് എഴുതേണ്ടത്. ഹരിബിന്ദി മേ ലേഖിക ക്യാ സന്ദേശ് ദേനാ ചാഹത്തി. എന്ത് സന്ദേശമാണ് ഹരിബിന്ദിയിലൂടെ ലേഖിക നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. हरिबिंदी की नायिका आज के नारी का प्रतिनिधित्व करती है. अपनी इच्छा से सकून से मनचाही ढंग से ജീവൻ ജീന ചാഹത്തി ഹെ. ഹരിബിന്ദിയിലെ നായിക ഇന്നത്തെ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ്. അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇച്ഛയിലൂടെ, അതായത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ്, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. പുരുഷ പ്രധാൻ ഈ സംസാർ സെ അസന്തോഷ് പ്രകട് കർത്തി ഹെ. പുരുഷ പ്രധാനമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ വളരെയധികം ദുഃഖമാണ് അവർ അനുഭവിക്കുന്നത്. सारा स्वातंत्र और अधिकार सिर्फ पुरुषों के लिए है. स्त्रियों को अपनी परिस्थितियों से समझौता करना पड़ता है. അവർക്ക് ആകപ്പാടെയുള്ള ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ എല്ലാ സ്വാതന്ത്ര്യവും പുരുഷന്മാർക്ക് മാത്രമാണ്. സ്ത്രീകൾക്കാണെങ്കിലോ അവരുടെ സിറ്റുവേഷൻസിനോട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ എന്നാണ് ഈ ഒരു കഹാനിയിലൂടെ മൃദുല ഗർഗ് പറയുന്നത്. समाज में स्त्रियों की दशा बहुत अलग है, इसलिए हमें अपनी ज़िंदगी मर्यादा को न भूलकर अपने नियमों पर जीनी चाहिए. ऐसा संदेश ഹരിബിന്ദി की नायिका हमें देती है. എന്ന് വെച്ചാൽ അതായത് ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ദശ വളരെയധികം, സ്ത്രീകളുടെ സിറ്റുവേഷൻ വളരെയധികം മാറ്റമുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മര്യാദ മറക്കാതെ നമ്മളുടെ റൂൾസിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിതം ജീവിക്കേണ്ടത്. അല്ലാതെ വേറെ ഒരാളുടെ പ്രേരണയിലൂടെയല്ല നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഹരിബിന്ദിയിലെ നായിക നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിലൂടെ ഇതേ ഒരു മെസ്സേജാണ് നമുക്ക് ലേഖിക്കയും തരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഹരിബിന്ദി കി നായിക ഹമേ ക്യാ സബക് ദേത്തി ഹെ. എന്ത് ലെസനാണ് നമുക്ക് ഹരിബിന്ദിയിലെ നായിക തരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഹരിബിന്ദി കി നായിക അപ്നാ ജീവൻ പതി കെ അനുസാർ ജീത്തി ഹെ. ഹരിബിന്ദിയിലെ നായിക അവരുടെ ജീവിതം ഭർത്താവിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ലേക്കിൻ പതി രാജൻ കെ ദില്ലി ചലെ ജാനെ കെ ബാദ് വഹ അപ്നി ജിന്ദഗി അപ്നെ തരീക്കെ സെ ജീതി ഹെ. അതായത് ഭർത്താവ് ഡൽഹിക്ക് പോകുന്ന ആ ഒരു സമയത്ത് അവരുടെ ജീവിതം അവരുടെ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം അവരുടെ റൂൾസിന് പ്രകാരമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലെസൺ കിട്ടുന്നത് ആധുനിക് നാരി അപ്നെ ഊപ്പർ സമാജ് കോയി ബന്ധൻ നഹി ചാഹത്തി. ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള സ്ത്രീ സമൂഹത്തിലുള്ള ഒരു നിയമവും നമുക്ക് നമ്മളുടെ ജീവിതം നയിക്കുന്നതിൽ ഒരു തടസ്സമാവരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ഇന്നത്തേത്. അപ്നി മര്യാദ തോ ജാൻതി ഹെ. നമ്മളുടെ മര്യാദ എന്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് ഇന്നത്തെ കാലത്തെ സ്ത്രീ. ലേക്കിൻ അപ്നി ജിന്ദഗി സ്വതന്ത്രത സെ ജീനെ കാ ഭി അധികാർ രഖ്തി ഹെ. മര്യാദ അറിയുന്നുണ്ടെങ്കിലും നമ്മളുടെ ജീവിതം സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഓർ ഹമേ അപ്നെ ജീവൻ കാ നിയം
अपने ही तरह से बनाना चाहिए. നമ്മളുടെ ജീവിതത്തിലെ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. और रूढ़िग्रस्त समाज के विचारों तले अपनी ज़िंदगी को व्यतीत नहीं करना चाहिए. പല ഓൾഡായിട്ടുള്ള റൂൾസ് കാരണം കൊണ്ട് നമ്മുടെ ജീവിതം വളരെയധികം കഷ്ടപൂർണ്ണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം എന്ന് നമ്മൾക്ക് ലേഖിക ഇതിലൂടെ നായികയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിന് ആൻസർ വരേണ്ടത്. ഹരിബിന്ദി മേ അഭിവ്യക്ത് നാരി ചേതന. ഹരിബിന്ദിയിലുള്ള നാരി ചേതനയെക്കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു എസ്സേ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ആദ്യം ലേഖികയെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പറയുക, 2 പാരഗ്രാഫ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ഷോർട്ട് ടൈപ്പ് ആൻസേഴ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എസ്സേ ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 2 or 3 പാരഗ്രാഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. मृदुला गर्ग की कहानी हरिबिंदी में आधुनिक नारी के विचारों और अनुभूतियों का चित्रण किया गया है. ഇന്നത്തെ കാലത്തെ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള സ്ത്രീകളുടെ വിചാരങ്ങളും അനുഭൂതികളും അവരനുഭവിക്കുന്ന ഫീലിങ്സ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. കഹാനി की नायिका एक आधुनिक नारी है जो अपने ऊपर समाज का कोई बंधन नहीं चाहती. കഹാനിയിലെ നായിക ഒരു മോഡേൺ ആയിട്ടുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ അവർക്ക് സമാജത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു റൂൾസും അവർക്ക് ഇഷ്ടമല്ല. അപ്നി മര്യാദ ജാൻതി ഹെ, അവരുടെ മര്യാദ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാനാണ് ആ നായിക ആഗ്രഹിക്കുന്നത്. യഹ് കഹാനി പുരുഷ പ്രധാൻ സമാജ് കെ വിരുദ്ധ ഏക് നാരി കെ വിദ്രോഹി മൻ കോ ദർശാത്തി ഹെ. പുരുഷ പ്രധാനമായിട്ടുള്ള ഈ സമൂഹത്തിൽ ഒരു വിദ്രോഹിയായിട്ടുള്ള സ്ത്രീ, അതായത് ഈ നിയമങ്ങൾക്കനുസരിച്ചിട്ടൊന്നും ഞാൻ ജീവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ് ഇത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. നായിക ദാമ്പത്യ ജീവൻ മേ ഘുട്ടൻ മെഹസൂസ് കർത്തി ഹെ और अपने पति के अनुपस्थिति में സുക്കൂൻ കാ അനുഭവ് കർത്തി ഹെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് സഫോക്കേറ്റഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവ് അടുത്തില്ലാത്ത സമയത്ത് അവർക്ക് വളരെയധികം ഫ്രീഡം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്നി മർജീസെ ജീവൻ ജീനേക്കാ സ്വാതന്ത്ര്യ അനുഭവ് കർത്തി ഹെ. അവരവരുടെ ആഗ്രഹപ്രകാരം ജീവിതം ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. സുബഹ ദേർ സെ ഉഠ്തി ഹെ, അക്കേലെ ഘൂമനെ ജാത്തി ഹെ, ഫിലിം ദേഖ്തി ഹെ, അജ്നബി കെ സാത്ത് റെസ്റ്റോറൻറ്റ് മേ ചായ പീത്തി ഹെ. രാവിലെ മെല്ലെയാണ് എണീക്കുന്നത്, ഒറ്റയ്ക്ക് കറങ്ങാൻ പോകുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, അതുപോലെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്ന് ചായയും കുടിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്തും അവരുടെ മര്യാദയ്ക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നാണ് മൃദുല ഗർഗ് ഈ ഒരു കഹാനിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇസ് കഹാനി ദ്വാര മൃദുല ഗർഗ് जी ने स्पष्ट कर दिया है कि नायिका परंपरागत सामाजिक नियमों को नकार कर स्वाभाविक जीवन जीना चाहती है. അതായത് ഈ കഹാനിയിലൂടെ മൃദുല ഗർഗ് വളരെയധികം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ നായിക പണ്ടത്തെ സമൂഹത്തിലുള്ള നിയമങ്ങളെ എതിർത്തിട്ട് സ്വാഭാവികമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. हरिबिंदी कहानी स्त्री मुक्ति की कहानी है. इस कथन का समीक्षा कीजिए. नारी विमर्श पर परिप्रेक्ष्य में हरिबिंदी कहानी का विवेचना कीजिए. हरिबिंदी की नायिका का परिचय दीजिए. 2021 നവംബറിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഹരിബിന്ദിക്ക് നായിക കാ പരിചയ ദീജിയെ എന്ന ഈ ക്വസ്റ്റ്യനും ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതേ പാഠത്തിൽ നിന്ന് വരാറുണ്ട്. ഹരിബിന്ദി പാഠത്തിൻ്റെ സമീക്ഷ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആദ്യം നിങ്ങൾ ലേഖികയെ പരിചയപ്പെടുത്തുക, ലേഖികയുടെ പ്രമുഖമായിട്ടുള്ള രചനകൾ ഏതൊക്കെയാണ് എന്നിവയൊക്കെ എഴുതുക. ലേഖികയെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫ്, അതിനുശേഷം ഈ ഒരു പാഠത്തിൽ എന്താണ് ലേഖിക പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പാഠത്തിനെക്കുറിച്ച് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം ലേഖിക ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ പാഠത്തിൽ ലേഖിക പ്രത്യേകമായിട്ട് ഈ പാഠത്തിലെ മെയിനായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള നായികയ്ക്ക് ലേഖിക പേരൊന്നും കൊടുത്തിട്ടില്ല. അതിന് കാരണം ഈ നായിക മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള സ്ത്രീകളെ പ്രതിനിധിത്വം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ എഴുതിയിട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. വളരെയധികം എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേ പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ട് എഴുതുക, അല്ലാതെ വലിച്ചു വാരി എഴുതരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജൻ കെ ദില്ലി ചലേ ജാനെ പർ ഹരിബിന്ദി की नायिका क्यों खुश हो जाती है. ഇത് 2020 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രാജൻ കെ ദില്ലി ചലേ ജാനെ പർ ഹരിബിന്ദി की नायिका क्यों खुशी का अनुभव करती है. അതായത് അവരുടെ ഭർത്താവ് ദില്ലിക്ക് പോയ ശേഷം എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷമാവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അപ്നെ ജീവൻ മേ നായിക ഗുട്ടൻ കാ അനുഭവ് കർത്തി ഹെ. സഫോക്കേഷനാണ് അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവരുടെ ഭർത്താവ് ഇല്ലാത്തൊരു അവസ്ഥയിൽ അവർക്ക് അവരുടെ ജീവിതം വളരെ ഓപ്പണായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്
രാജൻ ദില്ലി ചലാ ജാത്താ ഹെ തബ് ഉസേ ഖുഷി കാ അനുഭവ ഹോത്താ ഹെ. രാജൻ ദില്ലിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സന്തോഷം അനുഭവിക്കുന്നത്. വ കം സേ കം ഏക് ദിൻ അപ്നി മർസി സെ ജീനാ ചാഹത്തി ഹെ. ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ. രാജൻ की अनुपस्थिति में ഹരിബിന്ദി की നായിക क्या क्या करती है. രാജൻ ഇല്ലാത്ത സമയത്ത് ഹരിബിന്ദിയിലെ നായിക എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. अपने पति के अनुपस्थिति में नायिका अपनी मर्जी से उठती है, साज श्रृंगार करती है और जहांगीर आर्ट गैलरी देखने जाती है. ഭർത്താവില്ലാത്ത സമയത്ത് അവൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കും, മേക്കപ്പ് ഒക്കെ ചെയ്ത് അവർ ജഹാംഗീർ ആർട്ട് ഗാലറി കാണാൻ പോവുകയാണ്. അതുപോലെ അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുകയും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ആളുടെ ഒപ്പം ഇരുന്ന് റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ടാക്സി ഷെയർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. उसे लगा जीवन में पहली बार वह इंसान के साथ बैठी है जो यह नहीं जानना चाहता कि उसके पति है या नहीं. यह प्रसंग किस रचना का है. ഇതുപോലെ ലൈൻസ് തന്നിട്ട് അത് ഏത് പാഠത്തിൽ നിന്നാണ്, ഏത് രചനയിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റുമായിട്ട് വളരെയധികം ഫെമിലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് യഹ പ്രസംഗ് ഹരിബിന്ദി കഹാനി കാ ഹെ ജിസ്കി രചനാക്കാർ മഹിളാ ലേഖിക മൃദുല ഗർഗ് ജി ഹെ. ഈ പ്രസംഗ് ഹരിബിന്ദിയിൽ നിന്നാണ്, മഹിളാ ലേഖിക മൃദുല ഗർഗ് ജി എഴുതിയ രചനയാണ് ഇത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി അധികം എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്സ് ഈ എക്സാമിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്